Hi friends, today we are discussing the interference film with two non-parallel reflecting surfaces, that means wedge-shaped film. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പാരലൽ റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ കേസായിരുന്നു. അപ്പോൾ പാരലൽ റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ കേസിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ തിക്നെസ് ഓഫ് ദി എയർ ഫിലിം ഓർ റിഫ്ലക്റ്റിംഗ് ഫിലിം ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും, അതായത് ടി വിൽ ബി എ കോൺസ്റ്റൻറ്റ്. ബട്ട് ഇവിടെ നോൺ പാരലൽ റിഫ്ലക്റ്റിംഗ് ഫിലിം എടുക്കുന്ന സമയത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത ആ ഫിലിമിൻ്റെ തിക്നെസ് കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. അതായത് ഫിലിമിൻ്റെ തിക്നെസ് ഒരു വേരിയിങ് ഫാക്ടർ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫിലിം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫോർ ക്രിയേറ്റിംഗ് സച്ച് ഫിലിംസ് ഇറ്റ് ഈസ് എ വെരി ഈസി മെത്തേഡ്. ദാറ്റ് മീൻസ് രണ്ട് ഗ്ലാസ് പ്ലേറ്റുകൾ എടുത്തിട്ട് ആ രണ്ട്, ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ബയോളജി ലാബിലൊക്കെ ഉപയോഗിക്കുന്ന സ്ലൈഡുകൾ ഉണ്ടല്ലോ, അതുപോലെ രണ്ട് സ്ലൈഡുകൾ, ഗ്ലാസ് സ്ലൈഡുകൾ എടുക്കുക. ആ ഗ്ലാസ് സ്ലൈഡുകൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ, ഫോർ എക്സാമ്പിൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ അതിൻ്റെ ഒരു എഡ്ജ് തമ്മിൽ കോണ്ടാക്റ്റിൽ വെക്കുന്നു, മറ്റൊരു എഡ്ജ് നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു ട്രയാങ്കിൾ ഫോമിലേക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഗ്ലാസ് പ്ലേറ്റുകളുടെ ഇടയിൽ ഫോം ചെയ്യുന്ന ഈ ഒരു ട്രയാങ്കുലർ പോർഷനാണ് നമ്മളിവിടെ റിഫ്ലക്റ്റിംഗ് ഫിലിമായിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിഫ്ലക്റ്റിംഗ് ഫിലിമിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഗ്ലാസ് പ്ലേറ്റുകൾ തമ്മിൽ ടച്ച് ചെയ്യുന്ന എഡ്ജിൽ ഈ എയർ ഫിലിമിൻ്റെ തിക്നെസ് 0 ആയിരിക്കും. ദെൻ ദിസ് തിക്നെസ് ഈസ് ഗ്രാജുവലി ഇൻക്രീസിങ് ആൻഡ് ഹാവിങ് എ മാക്സിമം വാല്യൂ ഓഫ് ടി ഓർ ഡി, ഏതെങ്കിലും ഒരു മാക്സിമം വാല്യൂ നമ്മൾ എത്തുകയും ചെയ്യും. ഇതാണ് നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെ ഒരു വെഡ്ജ് ഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്ക്. രണ്ട് ഗ്ലാസ് പ്ലേറ്റുകൾ എടുക്കുന്നു, ആ രണ്ട് ഗ്ലാസ് പ്ലേറ്റുകളെ ഇങ്ങനെ ഒരു വെഡ്ജിൻ്റെ ആകൃതിയിൽ നമ്മൾ വെക്കുന്നു. അപ്പോൾ ഈ ഒരു ഫിക്സഡ് എൻഡ് ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജസ്റ്റ് റബ്ബർ ബാൻഡ് ഇട്ട് ഫിക്സ് ചെയ്താൽ പോലും മതി. ഓക്കെ, ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒരു വെഡ്ജ് ഫോം ചെയ്യുന്ന കേസിൽ വെഡ്ജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വെഡ്ജ് ആംഗിൾ എന്ന് പറയുന്ന തീറ്റ, ദാറ്റ് ഈസ് വെഡ്ജ് ആംഗിൾ, ഈ ഒരു തീറ്റ വളരെ ചെറുതായിരിക്കും. ഓക്കെ, ഓഫ് ദി ഓർഡർ ഓഫ് ലെസ് ദാൻ 1 ഡിഗ്രി. ഓക്കെ, 1 ഡിഗ്രിയേക്കാൾ താഴെയായിരിക്കും. അപ്പം അങ്ങനെ ഉള്ള ഒരു ഫോർമേഷനിൽ മാത്രമേ നമുക്കിവിടെ ഇൻ്റർഫറൻസ് പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്കറിയാം ഈ ഇൻ്റർഫറൻസ് പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ എയർ ഫിലിമിൻ്റെ അപ്പർ പാർട്ടിൽ നിന്നും ലോവർ പാർട്ടിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റ് റേസ് തമ്മിൽ സൂപ്പർപോസ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ ഫോം ചെയ്യുന്നത്. തിയറീസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ടത് എന്താണ് ഈ വെഡ്ജ് എന്ന് പറയുന്നത്. സോ ഈ വെഡ്ജ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ തിൻ ഫിലിം ഹാവിങ് 0 തിക്നെസ് അറ്റ് വൺ എൻഡ് ആൻഡ് പ്രോഗ്രസീവ്ലി ഇൻക്രീസിങ് ടു എ പെർട്ടിക്കുലർ തിക്നെസ് അറ്റ് ദി അതർ എൻഡ്. ദാറ്റ് ഈസ് കോൾഡ് എ വെഡ്ജ്. ഓക്കെ, സോ നോർമലി നമ്മൾ ലബോറട്ടറിയിൽ ഇങ്ങനെയുള്ള ഒരു വെഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ രണ്ട് ഗ്ലാസ് പ്ലേറ്റ് എടുക്കും, അതിൻ്റെ ഒരു എഡ്ജ് ഞാൻ ആസ് ഐ ടോൾഡ് ഏർലിയർ വി ആർ ഫിക്സിങ് ബൈ സം മെത്തേഡ്സ് ആൻഡ് ദി അതർ എൻഡ് ഓഫ് ദീസ് ഗ്ലാസ് പ്ലേറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ എ തിൻ വയർ ഓഫ് ദി ഓർഡർ ഓഫ് റേഡിയസ് ഓഫ് ദി ഓർഡർ ഓഫ് സം മൈക്രോമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അത്രയും ചെറിയ റേഡിയസ് ഉള്ള ഒരു തിൻ വയേഴ്സ് ഈ രണ്ട് ഗ്ലാസ് പ്ലേറ്റുകൾക്കിടയിൽ നമ്മൾ പ്ലേസ് ചെയ്യും. അപ്പോൾ അങ്ങനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് സംതിങ് ലൈക്ക് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് നമുക്ക് കിട്ടുക. ഈ അറേഞ്ച്മെൻറ്റിൻ്റെ ഇടയിൽ വരുന്ന ഈ എയർ ഫിലിം, ഈ ട്രയാങ്കുലർ ആയിട്ട് കാണുന്ന എയർ ഫിലിമാണ് ഇവിടെ ഇൻ്റർഫറൻസ് പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Okay, so the wedge angle is normally very small, of the order of fractions of angle. Maximum 1 degree ഒക്കെ വരുള്ളൂ. അതിലും ചെറിയ ആംഗിൾസ് ആണ് നമ്മൾ നോർമലി വെഡ്ജ് ആംഗിൾ ആക്കി ചൂസ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഒരു എയർ ഫിലിമിൻ്റെ മുകളിലേക്ക് ഏതെങ്കിലും ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സിൽ നിന്ന് ഒരു ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഫിലിമിൻ്റെ അപ്പർ ലെയറിൽ നിന്നും ലോവർ ലെയറിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്യും. ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് റേസ് തമ്മിൽ സൂപ്പർ പോസ് ചെയ്തിട്ടാണ് നമുക്ക് ഇൻ്റർഫറൻസ് പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നൗ ഫസ്റ്റ് ഓഫ് ഓൾ വി കൺസിഡർ എ പാരലൽ ബീം ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് നോർമലി ഓൺ ദ അപ്പർ സർഫേസ് ഓഫ് ദി ഫിലിം. The rays reflection from the two bounding surfaces will not be parallel. A photographic plate P will record the straight line interference fringes and so on and so on. അപ്പോൾ ഇവിടെ when the light is incident on a wedge from the above,
it get reflected partially from the glass to air boundary at the top of the air film. That means ഇവിടെ ഒരു ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ വെഡ്ജ് എന്ന് നോക്കുക. ഈ വെഡ്ജിലേക്ക് ഒരു ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ലെറ്റ്സ് കൺസിഡർ എ ബി ഈസ് ദ ഇൻസിഡൻറ്റ് റേ. ദെൻ ഈ എ ബി ദ ഇൻസിഡൻറ്റ് റേ ഈസ് ഫാളിങ് ഓൺ ദി അപ്പർ ലെയർ ഓർ അപ്പർ സർഫസ് ഓഫ് ദിസ് എയർ ഫിലിം. ഓക്കെ, അങ്ങനെ എയർ ഫിലിമിൻ്റെ അപ്പർ സർഫസിൽ ഈ ഒരു ലൈറ്റ് റേ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഫിലിം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എയർ. സോ ദിസ് ഈസ് എൻ എയർ വെഡ്ജ് ആൻഡ് ദ അപ്പർ ആൻഡ് ലോവർ ബൗണ്ടറി ഓഫ് ദിസ് എയർ ഫിലിം ഈസ് ക്രിയേറ്റഡ് ബൈ സം ഗ്ലാസ് മീഡിയം. സോ എയർ ഫിലിമിൻ്റെ അപ്പർ ലെയറിൽ നിന്നും ഒരു ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ദ ലൈറ്റ് റേ ഈസ് പാസിംഗ് ത്രൂ സം ഗ്ലാസ് മീഡിയം and incidents on the upper layer of this air film and it get reflected. So if you are considering the first reflection, the light ray is coming through some glass medium and getting reflected from the air wedge. So we have the refractive index of this air medium is always less than that of the refractive index of glass medium. So this first reflection will obviously take place from a rarer medium. Okay, that means the reflection is taking place from a rarer medium. Or the reflection is taking place from a medium having lower the refractive index value compared with the medium that the light ray is passing through. Okay, അപ്പോൾ വേറൊരു കാര്യം, the thickness of this air film is much smaller as compared with the thickness of this glass plate, or the thickness of this glass plate is very much greater than the thickness of this air film. So this glass medium will act as a denser medium and this light ray will passes through that denser medium and the first reflection, that is the reflection from the upper surface of this film, will be considered as the reflection from a rarer medium. So there will not be any phase change due to the process of reflection. But after the first reflection, a part of the light ray will transmit towards this air film and it passes through the air film and will incident on the bottom surface of this air film. Again, this transmitted light ray will get reflected from this bottom surface and goes to the outer medium. But if you are considering this bottom layer reflection, we can see that this light ray is traveling through the air medium and it get reflected from the surface of the air to glass interface. Okay, so here we can see that the refractive index of air is always less than that of glass. So this reflection is taking place on this glass medium having higher values of refractive index. So this bottom layer reflection is obviously a reflection on a denser medium. So here a pi phase change or a phase change of pi will occur due to the process of reflection. So the first reflection having no phase change, but the bottom layer reflection having a pi phase change. So these two reflected light rays from the upper layer of the air film and bottom layer of the air film is responsible for the formation of the interference pattern. So for the process of interference pattern, we have to calculate or we have to determine the path difference between these two reflected light rays that is coming from the upper layer and lower layer of the air medium, and this path difference between these two light rays or these two reflected light rays are responsible for the condition for interference pattern. Okay, that is explained here. That is, first reflection is on a glass to air boundary at the top of the air film. Part of the light ray is transmitted through the air film and get reflected partially at the air glass boundary. These two reflected light rays form from the upper and lower part of the
thin film are coherent because if the thickness of the air film formed between the glass plates are very small, of the order of wavelength of light used, these two reflected light rays are close enough to form interference pattern. Since the glass plate thickness is large as compared to the wavelength of the light, the observed interference pattern is entirely due to the wedge-shaped air film. Okay, now these two reflected light rays are responsible for the process of interference, and we can see that these two light rays are formed from a single incident light ray AB. So it is produced from a single source. So definitely these two reflected light rays are coherent, and these two light rays are maintaining a constant phase difference or corresponding a constant path difference. So the path difference between these two light rays will responsible for the formation of interference pattern. Now let us consider, or let us go through the experimental setup we have produced, or we have using to obtain this interference pattern. Here this is this glass plate, this shaded portion is the glass plate, and between these two glass plates there is an air film. This air film is responsible for the interference pattern. Theta is the angle of the wedge, and this wedge is formed by using a thin sheet. Now a glass plate is inclined by an angle of 45 degrees with respect to the bottom layer of this wedge. Okay. Now a sodium vapor lamp is here, a source of light, a source of monochromatic lights. It is illuminating this glass plate, and when the light ray from this sodium vapor lamp is passing through a lens L, this incident light ray on this glass plate will be an treated as an extended from a light it can be treated as coming from an extended light source, and this incident light ray will partially get reflect back to this air film. Okay, but if this angle is 45 degree, the incident light ray on the air film will be normal to the air film. Okay, this incident light ray will be a normal incident. Okay, for we are considering this normal incident condition is nothing but that for convenience we can neglect the term cos r in the optical path difference, and where r is equal to 0, cos r will be equal to 1. So we are considering the normal incidence of light ray. Okay, so this incident light ray is incidenting normally on this air film and get reflected back through this path itself, and these two reflected light rays coming from upper and lower layer of this air film will interfere, and the interference pattern is observed by using a microscope here. Okay, so ഇതൊരു സോഡിയം വേപ്പർ ലാമ്പാണ്. സോഡിയം വേപ്പർ ലാമ്പിൽ നിന്ന് ഒരു ലൈറ്റ് റേ വരുന്നു. ആ ലൈറ്റ് റേ ഒരു ലെൻസ് കൂടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പാരാക്സിയൽ ലൈറ്റ് റേസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ പാരാക്സിയൽ ലൈറ്റ് റേസ് ഒരു ഗ്ലാസ് പ്ലേറ്റിൽ ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് പ്ലേറ്റിൽ ഒരു പാർഷ്യൽ റിഫ്ലക്ഷൻ നടക്കും. അങ്ങനെ പാർഷ്യലി റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് റേസ് ഈ എയർ ഫിലിമിന്റെ മുകളിൽ നോർമൽ ആയിട്ട് ഇൻസിഡന്റ് ചെയ്യും. നോർമൽ ഇൻസിഡന്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അപ്പർ ലെയറിൽ നിന്നും, ഈ ഫിലിമിന്റെ അപ്പർ ലെയറിൽ നിന്നും ലോവർ ലെയറിൽ നിന്നും റിഫ്ലക്ട് ചെയ്തു വരുന്ന ലൈറ്റ് റേസ് ഈ പാത്തിലൂടെ വന്ന് ഇവിടെ ഇന്റർഫറൻസ് പാറ്റേൺ ഫോം ചെയ്യും. ഈ ഇന്റർഫറൻസ് പാറ്റേൺ നമുക്കൊരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത്.